ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ചർച്ച വന്ന ഒരു മഹാപുരുഷനാണ്. നബിതങ്ങളുടെ വംശപരമ്പരയിൽ അവിടുത്തെ കുടുംബത്തിൽ ജനിക്കും എന്ന് പറഞ്ഞ മഹാൻ. ഇതുവരെ ജനിച്ചിട്ടില്ല. ആരായിരിക്കും അത്, എന്തായിരിക്കും അവരുടെ പേര്, എങ്ങനെയാണിത് ഇമാം മഹ്ദിയാണെന്നറിയുക. കാരണം ഇമാം മഹ്ദി എന്ന ഒരു പേര് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഷിആക്കളാണ്. ഷിആക്കളുടെ പല വഴിവിട്ട വിശ്വാസങ്ങളുടെ ഭാഗങ്ങളിൽ ഒന്ന് ഇമാം മഹ്ദി വന്നിട്ടുണ്ട് എന്നവർ പറയാറുണ്ട്. 1000 വർഷമായി അദ്ദേഹം ഒളിച്ചിരിക്കുകയാണെന്നും ഒളിവിൽ നിന്ന് പുറത്തു വരുമെന്നൊക്കെ വിവിധങ്ങളായ ധാരണകൾ ഹുസൈനി പരമ്പരയിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് അവര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സ്വഹീഹായ ഹദീസുകളിലൂടെ വന്ന, സിഹാഹ് സിത്തകളിലും അല്ലാത്ത ഗ്രന്ഥങ്ങളിലും വന്ന പ്രബലമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ആ മഹാനുഭാവൻ ആരായിരിക്കും, എവിടെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് ഇവിടെ ചർച്ച നടക്കുമ്പോൾ ഒരുപക്ഷെ ആഗോള തലത്തിൽ മുസ്ലിം ലോകം എന്ന് മാത്രമല്ല, ലോകത്തിന്റെ മൊത്തം വേൾഡ് പൊളിറ്റിക്സ്, ലോക രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ആഴത്തിൽ ബന്ധിക്കുന്ന ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അവിടുന്ന് പറഞ്ഞതെല്ലാം സംഭവിക്കാൻ പോകുന്നു. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ there are minor signs and major signs. നമ്മൾ അങ്ങനെയാണ് പറയാ. അലാമാത്തു സുഗ്റയുണ്ട്, അലാമാത്തുൽ കുബ്റയുണ്ട്. ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളുണ്ട്. വലിയ അടയാളങ്ങൾ എന്ന് പറയുന്നത് the signs that are close to the end time. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സംവിധാനിച്ച, ദൈവം തമ്പുരാൻ സംവിധാനിച്ച ഈ പ്രപഞ്ചഘടന ഇന്ന് നാം കാണുന്ന അവസ്ഥയിൽ നിന്ന് മാറുകയും മനുഷ്യന് മരണശേഷം പുനരുദ്ധാരണം എന്ന ദ ഡേ ഓഫ് റിസറക്ഷൻ, മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പടച്ച തമ്പുരാനോട് മറുപടി പറയേണ്ടി വരും എന്ന് ആഴത്തിൽ അറിയുന്നവരുമാണ്. ആ ഒരു പുനരുദ്ധാരണം നടക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിനൊരു നാശം വരും എന്ന് വിശുദ്ധ ഇസ്ലാം പറയുന്നു. Anything that has a beginning should have an end. ഇതൊരു കോമൺ യൂണിവേഴ്സൽ ഫാക്ട് ആണ്. ഏതൊന്നിന് ആരംഭമുണ്ടോ അതിന് അവസാനമുണ്ടാകും. ജനിച്ചവർക്ക് മരണമുണ്ട്, തുടങ്ങിയതിന് ഒടുക്കമുണ്ട്, ആരംഭത്തിന് അവസാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെറിയ അടയാളങ്ങളിൽ ആയിരക്കണക്കിന് അടയാളങ്ങൾ, അതിൽ പ്രബലമായ 100 അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അതെല്ലാം പുലർന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ചെറിയ അടയാളങ്ങൾ നമുക്ക് അത്ഭുതമായി തോന്നില്ലെന്നാണ്. They look something ordinary, not extraordinary. അങ്ങനെയാണ്. നമുക്കതൊരു അത്ഭുതമായിട്ട് തോന്നില്ല. അത് നമ്മുടെ മുമ്പിലുള്ളതല്ലേ, നമ്മൾ കാണുന്നതല്ലേ എന്ന് തോന്നൽ. വലിയ അടയാളങ്ങൾ അങ്ങനെയല്ല. വലിയ അടയാളങ്ങൾ എണ്ണപ്പെട്ട വളരെ ചെറുത്, അന്ത്യനാൾ അടുക്കുമ്പോൾ മാത്രം പുലരുന്നത്. മസീഹുദ് ദജ്ജാലിന്റെ വരവ് പോലെ, യജൂജ് മഅജൂജ് വരുന്നത്, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്, ദാബത്തുൽ അർള് എന്ന മൃഗമുണ്ടാകുന്നത്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത്, ഇതൊക്കെ വലിയ അടയാളങ്ങളാണ്. ചെറിയ അടയാളങ്ങളെയും വലിയ അടയാളങ്ങളെയും ബന്ധിപ്പിക്കുന്നതിന്റെ ഉള്ളിലെ കണ്ണിയാണ് മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു. ഇമാം മഹ്ദി തങ്ങൾ വരുന്നതിന്റെ ശേഷമാണ് വലിയ അടയാളങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോ ചെറിയ അടയാളങ്ങൾ മുഴുവൻ കഴിഞ്ഞ് വലിയ അടയാളങ്ങൾ ആരംഭിക്കാനിരിക്കുമ്പോ മസീഹുദ് ദജ്ജാലിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും വരവിനിടയിൽ സംഭവിക്കുന്ന 7 വർഷത്തെ ഒരു ഖിലാഫത്തിന്റെ കാലമാണ് ഇമാം മഹ്ദിയുടെ കാലം. ഈ വിഷയം നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ വേദനയോടുകൂടെ ജീവിക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിലെ നിരപരാധികളായ ആളുകൾ, നീതി ലഭ്യമല്ലാതെ ജയിലുകളിൽ ഒരു കാരണവുമില്ലാതെ ജീവിക്കുന്ന എത്രയോ നിരപരാധികൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ഭരണക്രമം പോലുമില്ലാതെ വിഷമിക്കുന്ന ജനസമൂഹങ്ങൾ, അവർക്കൊക്കെ ഒരു വേള പ്രതീക്ഷയുടെ, ആശയുടെ തെരിതെളിയാൻ ഈ ചർച്ച ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മഹ്ദിയു മിന്നി മിൻ ആലിൽ ബൈത്ത്. ഇമാം മഹ്ദി എന്റെ ബന്ധുവാണ്, എന്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അജ്ലൽ ജബ്ഹ,
നെറ്റി വിശാലമായവർ, വിശാലമായ നെറ്റിത്തടമുള്ളവർ, അഖ്നൽ അൻഫ്, ഉയർന്നു നിൽക്കുന്ന മനോഹരമായ മൂക്കുള്ളവർ, മൂക്കിന്റെ അവസാന ഭാഗം തെല്ല് ഭാഗമെന്ന് ഉയർന്ന് ഒരു മുന പോലെ വളരെ മനോഹരമായ സൗന്ദര്യത്തിന്റെ അടയാളമായി പറയുന്നതാണത്. അഖ്നൽ അൻഫ്. യംലഉൽ അർള ഖിസ്തൻ വഅദ്ലൻ കമാ മുലിഅത് ദുൽമൻ വജൗറാ. ഈ ഭൂമിയെ നീതി കൊണ്ട് നിറക്കുന്നതാണ്. യംലഉൽ അർള ഖിസ്തൻ വഅദ്ല, നീതി കൊണ്ട് ഈ ഭൂമിയെ അവർ നിറക്കും. കമാ മുലിഅത് ദുൽമൻ വജൗറാ, അക്രമം കൊണ്ടും അനീതി കൊണ്ടും ഭൂമി നിറഞ്ഞു കഴിയുമ്പോൾ ആ ഭൂമിയെ നീതി കൊണ്ട് നിറക്കാൻ വരുന്ന എന്റെ അഹ്ലുബൈത്താണ്, സയ്യിദ് കുടുംബത്തിൽ വരുന്ന ആളാണ് ഇമാം മഹ്ദി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംലികു 7 സിനീൻ, 7 വർഷമായിരിക്കും അവർ അധികാരം നടത്തുക. ഇവിടെ ഹബീബായ നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ണിൽ കാണുന്ന പോലെ അല്ലാഹുവിന്റെ ഹബീബ് വിവരണങ്ങൾ തന്ന ഏതാനും ചില ആളുകളുണ്ട്. മസീഹുദ് ദജ്ജാൽ എങ്ങനെയാണ്, ഈസ നബി അലൈഹിസ്സലാമിന് എങ്ങനെയാണ്, ഇമാം മഹ്ദി തങ്ങൾ എങ്ങനെയാണ്. നബി തങ്ങൾ നമ്മൾ നോക്കിക്കാണുന്ന പോലെ കൃത്യമായി നമുക്ക് വിവരണം തന്നിട്ടുണ്ട്. ആര് ഇങ്ങനെ ഒരു വാദമുന്നയിച്ചു വന്നാലും, ഞാൻ മഹ്ദിയാണെന്ന് പറഞ്ഞാലും തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പം വിവരമുള്ള ആളുകൾക്ക്. യഖ്റുജു ഫീ ആഖിരി ഉമ്മത്തിൽ മഹ്ദി യസ്ഖീഹില്ലാഹുൽ ഗൈസ്. ഈ ഉമ്മത്തിന്റെ അവസാനത്തിലാണ് ഇമാം മഹ്ദി വരുന്നത്. ഈ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അല്ലാഹു തആല ധാരാളം മഴ നൽകും അവർക്ക്. വതുഖ്രിജുൽ അർദു നബാതഹാ, ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ ധാരാളമായി മുളച്ചു പൊന്തും. വയുഅ്തുൽ മാല സുഹാഹൻ, സ്വഹാബിമാർ ചോദിച്ചു വമാ സുഹാഹൻ യാ റസൂലല്ലാഹ്. മഹാനവറുകൾ സമ്പത്ത് വീതിച്ചു കൊടുക്കുന്നത് യുഅ്തീഹി ബൈനന്നാസി ബിസ്സവിയ്യ, എല്ലാവർക്കും ഒരുപോലെ നീതിയോടുകൂടെ സമ്പത്ത് വിതരണം ചെയ്യുകയും വതക്സുറുൽ മഅശിയ, കന്നുകാലികൾ വർദ്ധിക്കുകയും വതഅലമുൽ ഉമ്മ, ഈ ഉമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയും വയഈഷു 7 ഔ 8, 7 or 8 വർഷം ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുന്ന എന്റെ ബന്ധുവാണ് ഇമാം മഹ്ദി എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൻ തഹ്ലിക ഉമ്മത്തുൻ അന ഫീ അവ്വലിഹാ വഈസ ഇബ്നു മറിയം ഫീ ആഖിരിഹാ വൽ മഹ്ദി ഫീ വസതിഹാ. ഈ ഉമ്മത്തിന് എങ്ങനെയാണ് നാശമുണ്ടാവുക? ഈ ഉമ്മത്തിന് എവിടെയാണ് പരാജയമുണ്ടാവുക? അന ഫീ അവ്വലിഹാ, ഞാൻ ഈ ഉമ്മത്തിന്റെ ആദ്യത്തിലുണ്ടല്ലോ. വഈസ ഇബ്നു മറിയം ഫീ ആഖിരിഹാ, ഈ സമുദായത്തിന്റെ അവസാന കാലം ഏറ്റെടുക്കുന്നത് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ആണെങ്കിൽ എവിടെയാണ് ഈ ഉമ്മത്തിന് പരാജയമുണ്ടാവുക? വൽ മഹ്ദി വരുന്നുണ്ട് ഫീ വസതിഹാ, അതിനിടയിൽ എന്റെയും ഈസ നബിയുടെയും ഇടയിൽ ഇമാം മഹ്ദി വരികയും ഞാനും മഹ്ദിയും ഈസാ നബിയുമുള്ള ഒരു സമൂഹത്തിന് എവിടെന്നാണ് പരാജയമുണ്ടാവുക? അവർ പരാജയപ്പെടുകയില്ലെന്നും റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ ആദ്യം പറയട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്ന ഹദീസ് ഉമ്മു സലമ ബീവിയാണ് പറയുന്നത്. ഇമാം ഹാക്കിം എന്നവരെ അബൂ ദാവൂദ് എന്നവർക്ക് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് അലാ സ്വഹീഹി ഷർത്തൈൻ. അൽ മഹ്ദി മിൻ അച്റതി മിൻ വൽദി ഫാത്തിമ, ഫാത്തിമ ബീവിയുടെ പരമ്പരയിലൂടെ വരുന്ന ആളാണ് ഇമാം മഹ്ദി എന്ന് പറയുന്ന നേതാവ്. മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രീയവും ആത്മീയവുമായ നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന ഒരാൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം തുർമുദിയിൽ കാണാം, അബൂ ദാവൂദിൽ കാണാം. ലൗ ലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗം, ലോകാവസാനത്തിന്റെ മുമ്പ് ഒരേ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് വിചാരിക്കുക. ഒരേ ഒരു ദിവസമുള്ളൂ എങ്കിൽ തന്നെ ലതവ്വലല്ലാഹു ദാലികൽ യൗം, ആ ദിവസം അല്ലാഹു ദീർഘിപ്പിച്ചു കൊണ്ടുപോവുകയും ഹത്താ യബഅഥ ഫീഹി റജുലൻ മിന്നി ഔ മിൻ അഹ്ലി യുവാതി ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മ അബീ. ലോക അവസാനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ എന്ന് വിചാരിക്കുക. ആ ദിവസത്തെ അല്ലാഹു നീട്ടിക്കൊണ്ടുപോകും. എന്നിട്ട്
എന്റെ അഹ്ലുബൈത്തിൽപ്പെട്ട ഒരാളെ അള്ളാഹു ഇവിടെ നിയോഗിക്കും. അവരുടെ പേര് എന്റെ പേരാണ്, മുഹമ്മദാണ് അല്ലെങ്കിൽ അഹ്മദാണ്. അവരുടെ ഉപ്പായുടെ പേര് എന്റെ പിതാവിന്റെ ഉപ്പയുടെ പേരാണ്, അബ്ദുല്ലാഹി എന്നാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അല്ലെങ്കിൽ അഹ്മദ് ബിൻ അബ്ദുല്ലാഹി എന്ന് പേരുള്ള സയ്യിദ് കുടുംബത്തിലെ ഒരാളാണ് ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ. ഈസ നബിയുടെ വരവിന് മുമ്പ്, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ വലിയത് സംഭവിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ഇടയിൽ വരുന്ന ഇമാം മഹ്ദി എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങൾ തന്നെ പറഞ്ഞൊരു ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നത്, വിവിധങ്ങളായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാം. മലക്കൽ അർള അർബഅ, മലക്കൽ അർള അർബഅ മുഅ്മിനാനി വകാഫിറാൻ. ഈ ലോകം ഭരിച്ചത് 4 പേരാണ്. ലോകം ഒന്നാകെ ഭരിച്ചത്. ലോകം ഒന്നാകെ ഭരിച്ചതിൽ 2 വിശ്വാസികളുണ്ട്, 2 അവിശ്വാസികളുണ്ട്. ദുൽഖർനൈൻ വ സുലൈമാൻ അലൈഹിസ്സലാം. ദുൽഖർനൈൻ അതുപോലെ സുലൈമാൻ അലൈഹിസ്സലാം ഇവരാണ് സത്യവിശ്വാസികളായ 2 ലോകം ഭരിച്ച ഭരണാധികാരികൾ. വൽ കാഫിറാൻ അവിശ്വാസികളായ 2 പേർ, അന്നമ്രൂദ് വ ബുഖ്തുനസർ, നമ്രൂദും നെബുക്കദ്നേസറുമാണ്. വസയംലികുഹാ ഖാമിസും മിൻ അഹ്ലി ബൈതി, എന്റെ അഹ്ലുബൈത്തിൽ നിന്ന് 5-മതൊരാൾ ഈ പ്രപഞ്ചത്തിന്റെ ഭരണം കൈയാളുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇബ്നുൽ ജൗസി തന്റെ താരീഖിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആരാണ് ഈ മഹാനെന്ന് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നത്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലുബൈത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. സയ്യിദന്മാർ, പാണക്കാട് സയ്യിദന്മാർ, മഹാന്മാരായ കുമ്പോൽ സയ്യിദന്മാർ, വിവിധങ്ങളായ കബീലകളിൽ നമ്മുടെ രാജ്യത്തുള്ള സയ്യിദന്മാർ, മുസ്ലിം രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ, അല്ലാത്തിടത്ത് സൗത്ത് ഈസ്റ്റിൽ, ഈസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ നിബിതങ്ങളുടെ സയ്യിദന്മാർ, സയ്യിദ് കുടുംബം അവശേഷിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുതയാണ്, എന്നാലും ഒന്ന് സൂചിപ്പിക്കട്ടെ. നിബിതങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോൾ ഫാത്തിമ ബീവിയിലൂടെ അവർക്ക് ജനിച്ച 2 മക്കളുണ്ട്, ഹസൻ അൽ ഹുസൈൻ, ഹസൻ എന്നവരും ഹുസൈൻ എന്നവരും. അവരിലൂടെ ലോകത്ത് വരാൻ പോകുന്ന ഹബീബിന്റെ ചോരയുടെ ആ ഒരു അംശമുള്ള നബിയുടെ കുടുംബം അഹ്ലുബൈത്ത്, അവരാണ് നമ്മൾ അഹ്ലുബൈത്ത് എന്ന് പറയാ. നബിയുടെ മോള് നബിതങ്ങളുടെ ആൺമക്കളെ പോലെ തന്നെ കണക്കാക്കണമെന്ന് ഹബീബിന്റെ ഹദീസിലുണ്ട്. നമ്മൾ മനസ്സിലാക്കരുത് ഹബീബിന്റെ മോൾക്ക് ജനിക്കുന്ന മക്കൾ എങ്ങനെയാ നബിയുടെ പേരക്കുട്ടികളാവുക എന്ന്. അത് നബിതങ്ങളുടെ മോള് ഫാത്തിമ ബീവിയുടെ ഭർത്താവ് അലി തങ്ങളുടെ കബീലയിലേക്കല്ലേ പോവുക? അല്ല. കുല്ലു നസബിൻ വസുഹിരിൻ, എല്ലാ കുടുംബ ബന്ധങ്ങളും അവസാനിക്കും. ഇല്ലാ നസബി വഹസബി, എന്റെ കുടുംബ ബന്ധമല്ലാതെ എല്ലാം നാളെ നശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസൻ എന്ന നബിതങ്ങളുടെ പിഞ്ചുമോനെ തലയിൽ കൈവച്ചുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഹസനെ, എല്ലാ കുടുംബ ബന്ധങ്ങളും നാളെ പരലോകത്ത് ഉപകാരം ചെയ്യാതെ വരുമ്പോൾ എന്റെ മോൻ ഈ ഹസനിന്റെ കുടുംബം നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് റസൂലുള്ളാഹ്, അത് എന്റെ കുടുംബമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഒരു പെൺകുട്ടിയെ, നമ്മുടെ ഒരു മോളെ കാണുന്ന പോലെ നബി തങ്ങളുടെ മോളെ കണ്ടുകൂടാ. ഹബീബിന്റെ ആൺമക്കളും പെൺമക്കളും ഒരുപോലെയാണ്. ഫാത്തിമ ബീവിയിലൂടെ ജനിക്കുന്ന മക്കൾ, നബിക്കൊരു ആൺകുട്ടിയുണ്ടെങ്കിൽ ആ കുഞ്ഞിലൂടെ ജനിക്കുന്ന മക്കളെ നബിയുടെ പരമ്പരയിലേക്ക് ചേർത്തുന്ന പോലെ മുത്ത് നബിയുടെ മോളെ നമ്മുടെ മക്കളെ പറ്റി കാണുന്ന പോലെ കാണാൻ പാടില്ല. ഹബീബിന്റെ കുടുംബം നിലനിൽക്കുന്നത് എന്റെ മോൾ ഫാത്തിമയിലൂടെയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിനോട് മുമ്പ്, ഇമാം മഹ്ദിയുടെ വരവ് നടക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ നടക്കാൻ പോകുന്ന ചില അത്ഭുതങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്.